നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്ക് പലപ്പോഴും മൈക്ക് വേദിയിൽ സംസാരിക്കവേ പണി കൊടുത്തിട്ടുണ്ട്, വിനയാകാറുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു സംഭവത്തിന് ഇപ്പോഴും അന്ത്യമായിട്ടില്ല. കഴിഞ്ഞ ദിവസവും സമാനമായ സംഭവം ഉണ്ടായിരിക്കുന്നു. നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൈക്ക് പ്രവർത്തനം പെട്ടെന്ന് നിലച്ചു. 2 മൈക്രോഫോണുകളാണ് പ്രസംഗ പീഠത്തിന് മുന്നിലുണ്ടായിരുന്നത്. 50 മിനിറ്റോളം തുടർന്ന പ്രസംഗത്തിന്റെ അവസാന ഭാഗം എത്തിയപ്പോൾ മൈക്ക് നിന്നു. മൈക്രോഫോണുകളിൽ 2-3 വട്ടം മുഖ്യമന്ത്രി കൊട്ടി. വേദിയിലിരുന്നവർ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇനി എന്താകും എന്ന ഒരു ആശങ്ക ഉടലെടുത്തു. നമുക്കറിയാം, അദ്ദേഹം പലപ്പോഴും മൈക്ക് ഓപ്പറേറ്റർമാരോട് അടക്കം വളരെയധികം ദേഷ്യത്തോടെ സംസാരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ അത് സംഘാടകർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ ഒരു പൊതു പ്രസംഗം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അസൗകര്യങ്ങളൊന്നും ഉണ്ടാകാതെ, തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ, അല്ലെങ്കിൽ തടസ്സമുണ്ടായാൽ തന്നെ വേഗത്തിൽ തന്നെ പരിഹരിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ മറിച്ചാണ് സംഭവിച്ചത്. എന്തായാലും അദ്ദേഹം എന്ത് പ്രതികരിക്കും, എന്ത് മറുപടി പറയുമെന്നൊരു ആശങ്കയൊക്കെ ഉടലെടുത്തിരുന്നു. എന്തായാലും സദസ്സിനെയുള്ളവരെയൊക്കെ ചിരിപ്പിച്ചുകൊണ്ട് എനിക്കിത് പതിവാ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എന്തായാലും ഇത് കേട്ട് എല്ലാവരും ചിരിക്കുകയുണ്ടായി. 30 സെക്കൻഡിനുള്ളിൽ തന്നെ തകരാർ പരിഹരിച്ചു പിണറായി വിജയൻ. പ്രസംഗം തുടരുകയും ചെയ്തു. നേരത്തെയും ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ പണിമുടക്കുന്ന മൈക്കുകൾ. കണ്ണൂർ ധർമ്മശാലയിൽ നടന്ന തദ്ദേശ ദിനാചരണ സമാപന ചടങ്ങിൽ ഇതേപോലെ സംഭവമുണ്ടായി. മൈക്കിൽ തടസ്സം നേരിട്ടു. ഇതോടെ താനുണ്ടാകുമ്പോൾ മൈക്ക് കളിക്കുന്ന കളിയാണെന്ന് മുഖ്യമന്ത്രി തമാശയിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല, നേരത്തെ KPCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മൈക്കിൽ ഹൗളിംഗ് ഉണ്ടായ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. അത് വലിയ വിവാദമായതാണ്. പിന്നീട് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് കേസ് വേണ്ടെന്ന് പോലീസിന് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ഒക്ടോബറിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നതിനിടെയും മുഖ്യമന്ത്രിയെ മൈക്ക് ചതിച്ചിരുന്നു. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് തുടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം. ഞാൻ വന്നിരുന്നിട്ട് ഓഡിയോ നോക്കിയാൽ എങ്ങനെയിരിക്കും, മൈക്കിന് എന്നോട് എപ്പോഴും ഇങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾക്കൊരു വാർത്തയായല്ലോ എന്നായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പുനലൂരിലും സംഭവിച്ചു. പുനലൂരിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയപ്പോൾ മൈക്ക് തകരാറിലായി. ഏരിയ കമ്മിറ്റി ഓഫീസിന് VS അച്യുതാനന്ദന്റെ പേര് നൽകിയത് എല്ലാ അർത്ഥത്തിലും ഔചിത്യപൂർണ്ണമായ നടപടിയാണെന്നും VS ഭവന്റെ ഔപചാരിക ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായി എന്ന് പറഞ്ഞപ്പോഴേക്കുമാണ് പണികിട്ടിയത്. മൈക്ക് തകരാറിലാകുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രി അന്നും ദേഷ്യപ്പെട്ടില്ല. സംസാരിക്കുന്നത് കട്ടാകുന്നതായി മൈക്കുകാരനെ ശ്രദ്ധിക്കണമെന്നും ക്ഷുഭിതനാകാതെ മുഖ്യമന്ത്രി പറഞ്ഞു. മൈക്കുകാരൻ എന്ന് പറഞ്ഞപ്പോൾ മൈക്ക് ഇല്ല, കാരനേ ഉള്ളൂ എന്ന് ചെറുചിരിയോടെ ഒരു തമാശയും. ഉടൻ തന്നെ സൗണ്ട് സിസ്റ്റത്തിന്റെ ആളെത്തി തകരാറുള്ള മൈക്ക് മാറ്റി പുതിയത് സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി പ്രസംഗം തുടർന്നു. മാത്രമല്ല, കോട്ടയത്തെ തലയോലപ്പറമ്പിലെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാന്റെ പ്രചാരണ പരിപാടിക്കിടെ മൈക്ക് പണിമുടക്കി. മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മൈക്ക് ഒടിഞ്ഞു വീണു. പിന്നാലെ VN വാസവൻ, ജോസ് കെ മാണി തുടങ്ങിയ നേതാക്കൾ ഓടിയെത്തി മൈക്കിന്റെ തകരാർ പരിഹരിക്കാൻ ശ്രമം നടത്തി. മാത്രമല്ല, അപ്പോഴും യാതൊരു പ്രകോപനവും ഇല്ലാതെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സംഭവത്തെ നേരിട്ടത്. തുടർന്ന് തടസ്സം പരിഹരിക്കാനായി 10 മിനിറ്റോളം മുഖ്യമന്ത്രി കാത്തുനിന്നു. ഇതിനുശേഷം വേദിയിൽ പ്രസംഗം തുടരുന്നതിനിടെയാണ് അടുത്ത പ്രശ്നം ഉയർന്നത്. ഇവിടെ വേദിക്ക് താഴെ സ്ഥാപിച്ചിരുന്ന മൈക്ക് സെറ്റിൽ നിന്ന് പുക ഉയർന്നു. ഷോർട്ട് സർക്യൂട്ട് കാരണമായിരുന്നു സൗണ്ട് ആംപ്ലിഫയറിൽ നിന്ന് പുക ഉയർന്നത്. ഇതോടെ വേദിക്ക് സമീപം ഇരുന്നവർ പരിഭ്രാന്തരായി. വൈകാതെ ഈ പ്രശ്നവും പരിഹരിച്ച ശേഷമാണ് മുഖ്യമന്ത്രി പ്രസംഗം തുടർന്നത്. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിയിൽ പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ മൈക്ക് തകരാറിലായി. പിന്നാലെ പോലീസ് ഇതിന്റെ ഉടമയ്ക്കെതിരെ കേസെടുത്തത് വലിയ വിവാദമായ സംഭവമാണ്. നമുക്കറിയാതെ അന്ന് വലിയ രീതിയിൽ വിവാദമായി. പിന്നീട് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയുണ്ടായി. ഇതിന് പിന്നാലെ വീണ്ടും സമാന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ബോധപൂർവ്വം പൊതുസുരക്ഷയെ ബാധിക്കുന്ന വിധം പ്രവർത്തിക്കുന്നതിനെതിരെ ചുമത്തുന്ന 118 വകുപ്പ് ചേർത്തിയായിരുന്നു വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തത്. പോലീസ് നടപടി പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെ കടുത്ത പരിഹാസത്തിനിടയാക്കിയിരുന്നു. മൈക്ക് സെറ്റ് ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തത് വലിയ വിവാദമായിരുന്നു. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ മേഖലയിലുള്ളവരുമായി പാലക്കാട് നടത്തിയ ചർച്ചയ്ക്കിടെയും മൈക്ക് തകരാറ് സംഭവിച്ചു. മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷ പ്രസംഗത്തിന് പിന്നാലെ മൈക്ക് തകരാറിലായി. ഓപ്പറേറ്റർ കഴിയുന്നത്ര വേഗത്തിൽ മൈക്ക് ശരിയാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ഓപ്പറേറ്ററെ സഹായിക്കാൻ കൂടി. ഒടുവിൽ മൈക്ക് ശരിയായി എന്നറിഞ്ഞപ്പോൾ സംഘാടകരും ഓപ്പറേറ്ററും ഒക്കെ ഒരുപോലെ ആശ്വാസമായി. എന്തായാലും മുഖ്യമന്ത്രിക്ക് മൈക്ക് പണി കൊടുക്കുന്നത് ആ ഒരു സംഭവം ഒരു തുടർ പരമ്പരയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.